അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിസ് ഫോർ ദ റോ സ്പേസ് ഫ്രം റോ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബേസിസ് ഫോർ ദ റോ സ്പേസ് നേരത്തെ കാണുന്ന മെത്തേഡൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ബേസിസ് ഫോർ ദ റോ സ്പേസ് ഫ്രം റോ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ്. റോ വെക്ടേഴ്സിൽ നിന്ന് ബേസിസ് കാണുന്ന മെത്തേഡാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇതിന് മുന്നേ കണ്ട മെത്തേഡിന് ഇപ്പോൾ എന്തൊരു പ്രശ്നം ഉണ്ടായിട്ടാണല്ലോ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. അപ്പം മുന്നേ നമ്മൾ പ്രോബ്ലം 3 ഇതിന് മുന്നേ നമ്മൾ ഇത് ബേസിസ് ഫോർ ദ റോ സ്പേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോൺ ബേസിസ് വെക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് ഫോർ ദ റോ സ്പേസ്. പക്ഷേ എങ്ങനെയാണ് ചെയ്തിരുന്നത്, അത് റോ ഇക്വലോൺ ഫോമിലേക്കാക്കി മാറ്റിയിട്ട് ആയിരുന്നു നമ്മൾ ചെയ്തത്. നമ്മൾ റോ ഇക്വലോൺ ഫോമിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ബേസിസിൽ മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റോ സ്പേസിൽ മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്. പക്ഷേ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദ ബേസിസ് വെക്ടേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദാറ്റ് മെത്തേഡ് വെർ നോട്ട് ഓൾ റോ വെക്ടേഴ്സ് ഓഫ് ദ ഒറിജിനൽ മെട്രിക്സ്. നമ്മൾ എന്ന് ഇക്വലോൺ ഫോമിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ബേസിസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് ഇക്വലോൺ ഫോമിലേക്ക് മാറ്റിയിട്ട് ബേസിസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കാണുന്ന എല്ലാവരും, അങ്ങനെ കണ്ടിട്ടുള്ള എല്ലാവരും, എല്ലാ റോ വെക്ടേഴ്സും എന്താവില്ല, ഒറിജിനൽ മെട്രിക്സിലുള്ളവരാവണമെന്നില്ല. ഓക്കെ, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത റോ ഇക്വലോൺ ഫോമിലേക്ക് ആക്കി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ബേസിസ് എന്ന് പറയുന്നത് അതിലുള്ള എല്ലാ റോ വെക്ടേഴ്സും ഒറിജിനൽ മെട്രിക്സിലുള്ളവരായിരിക്കണമെന്ന് ഇല്ല. അതിലുള്ള എല്ലാവരും ബേസിസ് ആവും, പക്ഷെ അതിലുള്ള എല്ലാവരും ഒറിജിനൽ മെട്രിക്സ്, അതായത് നമ്മൾ റോ ഇക്വലോൺ ഫോം ഉണ്ടാക്കിയ എ എന്ന് പറയുന്ന മെട്രിക്സിലുള്ളവരാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ, അതായത് നമ്മൾ ഒരു ബേസിസ് ഫോർ ദ റോ സ്പേസ് ഓഫ് എ മെട്രിക്സ് എ ദാറ്റ് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് റോ വെക്ടേഴ്സ് ഓഫ് എയിലുള്ള ആളുകളെ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ബേസിസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഫസ്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സിനെ എ ട്രാൻസ്പോസ് ആക്കി മാറ്റുന്നു. അതായത് റോ സ്പേസുകളെ കോളം സ്പേസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കോളം സ്പേസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അപ്ലൈയിങ് ദ മെത്തേഡ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെക്ഷൻ 9.3 വർക്കൗട്ട് പ്രോബ്ലം 4. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പ്രോബ്ലം, അതായത് നമ്മൾ കോളത്തിൻ്റെ കേസിൽ അല്ലേ, കോളം ബേസിസ് ഓഫ് എ കോളം സ്പേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, എന്നിട്ട് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസറിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോസ് ആയിട്ട് മാറ്റുക ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, പ്രോബ്ലം ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ബേസിസ് ഫോർ ദ റോ സ്പേസ് ഓഫ് എ. ഫൈൻഡ് എ ബേസിസ് ഫോർ ദ റോ സ്പേസ് ഓഫ് എ. എയുടെ റോ സ്പേസിന് ബേസിസ് കാണണം. കൺസിസ്റ്റിംഗ് എൻറ്റയർലി ഓഫ് റോ വെക്ടേഴ്സ് ഫ്രം എയിൽ നിന്നുള്ള റോ വെക്ടേഴ്സുകൾ മാത്രം ചേർന്നിട്ടുള്ള ബേസിസ് ആയിരിക്കണം. മറ്റേതിൽ എന്താണ്, എ എന്നുള്ള ആളുകൾ മാത്രമല്ല ഉണ്ടാവുക, വേറെ ആളുകൾ ഉണ്ടാവാം. അതായത് അതിലുള്ള എല്ലാവരും എയിലുള്ള ആളാവണമെന്ന് എന്തില്ല, നിർബന്ധമില്ല. എയിലുള്ള ആളുകളും ഉണ്ടാവാം, പക്ഷെ അതിലുള്ള എല്ലാവരും എയിലുള്ളതാവണമെന്ന് ഇല്ല. പക്ഷെ ഇവിടെ എന്താണ്, ദ ബേസിസ് ഓഫ് ദ റോ സ്പേസ് എന്തായിരിക്കും, എൻറ്റയർലി ഫ്രം റോ വെക്ടേഴ്സ് ഓഫ് എ. റോ വെക്ടേഴ്സ് എൻ്റെ റോ വെക്ടേഴ്സിനെ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ബേസിസ് ആണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ എനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുന്നു. എനെ ട്രാൻസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, റോയും കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ റോ ഒക്കെ എന്തായിട്ട് മാറി, കോളമായിട്ട് മാറി. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് അതിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇക്വലോൺ ഫോമിലേക്ക് മാറ്റുമായിരുന്നു. റോ ഇക്വലോൺ ഫോമിലേക്ക് മാറ്റാൻ ഫസ്റ്റ് ലീഡിങ് 1 ഇവിടെ ഓൾറെഡി 1 ആണ്. അതിന് താഴെയുള്ള എല്ലാവരും 0 ആക്കണം. ഇവിടെ താഴെയുള്ള 2 ആൾക്കാർ നോൺ 0 ആണ്, -2ഉം 3ഉം. അത് 0 ആക്കാൻ വേണ്ടി R2 gives R2 + 2R1ഉം, അതുപോലെ R5 3 0 ആക്കാൻ വേണ്ടി R5 give R5 - 3R1ഉം ചെയ്യുന്നു. അപ്പം അതെന്തായി മാറി, 1ഉം താഴെയുള്ളതൊക്കെ 0 ആയി. അടുത്ത് ലീഡിങ് 1 എന്ന് പറയുന്നത് അടുത്തത് ആരാണ്, അടുത്തത് -1 ആണ്. ആ -1നെ 1 ആക്കാൻ വേണ്ടി നമ്മൾ R2 × -1, ആ റോനെ മൊത്തം -1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ അതെന്തായി മാറിയിട്ടുണ്ടാവും,
1 ആയിട്ട് മാറിയിട്ടുണ്ടാവും. 1 ആയി മാറിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ളവരൊക്കെ 0 ആക്കണം. അതിൻ്റെ താഴെ 2 ആളുകളാണ് നോൺ സീറോ ആയിട്ടുള്ളത്, -3യും -2. -3 0 ആക്കാൻ R3 gives R3 + 3R2. -2 0 ആക്കാൻ R4 gives R4 + 2R2 ചെയ്താൽ അത് രണ്ടും എന്തായി? 0 ആയി അല്ലേ. ഇനിയോ അടുത്ത നോൺ സീറോ എലമെൻറ്റ്, മൂന്നാമത്തെ റോയിൽ നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ 12 ആണ്. 12നെ 1 ആക്കാൻ വേണ്ടി R3 × 1/12 ചെയ്യുന്നു. R3 gives R3 × 1/12 ചെയ്യുമ്പോൾ അതെന്താവും? 1 ആവും. അത് 1 ആയി കഴിഞ്ഞിട്ട് താഴെ രണ്ടാളുകളെ നമ്മൾ 0 ആക്കും. -12നും 3നും എന്താക്കും? 0 ആക്കും. -12ന് 0 ആക്കാൻ R4 gives R4 + 12 R3യും, R5 gives 3നെ 0 ആക്കാൻ R5 gives R5 - 3R2 R3യും ചെയ്യും. അങ്ങനെ ആ -12ഉം 3യും എന്തായി മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റോ ഇക്വലോൺ ഫോം ആയിട്ട് മാറി. റോ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോം അല്ല, റോ ഇക്വലോൺ ഫോം ആയിട്ട് നമ്മൾ മാറ്റി. റോ ഇക്വലോൺ ഫോം ഓഫ് മെട്രിക്സ് എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കോളം വെക്റ്റേഴ്സ് കാണുന്നു വിത്ത് ലീഡിങ് വൺസ് അല്ലേ. കോളം വെക്റ്റേഴ്സ് വിത്ത് ലീഡിങ് വൺസ് കാണുന്നു അല്ലേ. കോളം വെക്റ്റേഴ്സ് വിത്ത് ലീഡിങ് വൺസ് എന്ന് പറയുമ്പോൾ ആരാണ്? കോളം വെക്റ്റേഴ്സ് വിത്ത് ലീഡിങ് വൺസ് എന്ന് പറഞ്ഞാൽ ഇതാ, ഇവിടെ ലീഡിങ് വൺ ഉണ്ട്, പിന്നെ ഇവിടെ ലീഡിങ് വൺ ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? ലീഡിങ് വൺ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് എന്തായിരുന്നു? ഓർമ്മ ഉണ്ടോ? നമ്മൾ അതിനെ എന്തായിട്ട് എടുക്കുകയായിരുന്നു? നമ്മൾ അതിനെ നമ്മൾ ഓരോ വെക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യുക. അപ്പോൾ C1 എന്ന് പറഞ്ഞിട്ട് ആ വെക്ടർ, അതായത് ലീഡിങ് കോളം വെക്ടറിൽ ലീഡിങ് വണ്ണുള്ള ആ വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? C1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ C2 ആയിട്ട് രണ്ടാമത്തെ അങ്ങനെയല്ല, കോളം വെക്ടർ വിത്ത് ലീഡിങ് വൺ, ഫസ്റ്റത്തെ കോളം വെക്ടർ ഉണ്ട് ലീഡിങ് വൺ ആയിട്ട് അല്ലേ. പിന്നെയോ രണ്ടാമത്തേലും കോളം വെക്ടർ ഉണ്ട് വിത്ത് ലീഡിങ് വൺ. പിന്നെ 1 3 ഇല്ല, നാലാമത്തെ ഇതിലും എന്തുണ്ട്? ലീഡിങ് വൺ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ എഴുതുകയെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ C1ൽ ലീഡിങ് വൺ ഉണ്ട് അല്ലേ. അപ്പോൾ C1 ഏതായിരുന്നു? നമ്മുടെ ഇത് നമ്മൾ എന്ത് ചെയ്തതാണ്? റോ ഇക്വലോൺ ഫോമിലേക്ക് മാറ്റിയതാണ്. നമ്മുടെ ശരിക്കുള്ളതിൽ എന്തില്ല, നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തില്ല, റോ ഇക്വലോൺ ഫോം ആക്കണതിൻ്റെ മുന്നേ 1 - 2 0 0 3 അല്ലേ. അപ്പോൾ 1 - 2 0 0 3 അതാണ് C1. അതുപോലെ ഇനിയാ നേരത്തെ ചെയ്തത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇവിടെ ഉള്ളത് ഉപയോഗിച്ച് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് റോ ഇക്വലോൺ ഫോമിലുള്ള ഉപയോഗിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അത് ഉണ്ടാക്കിയ മെട്രിക്സിലുള്ളത് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? സെലക്ട് ചെയ്തിരുന്നത്. അതുപോലെ ഇവിടെ C2, ഇവിടുത്തെ C2ന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഉള്ള ആൾ ആരാന്ന് നോക്കും. ഇവിടുത്തെ C2ന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടാമത്തെ കോളായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒറിജിനൽ ഇതിലുള്ളത് എ ട്രാൻസ്പോസിലുള്ളത് 2 - 5 - 3 - 2 6 ആണ്. അതിവിടേക്ക് വരും. 2 - 5 - 3 - 2 6. അടുത്ത് ഇവിടെ പിന്നെ എവിടെയാണ് നമുക്കുള്ളത്? ഈ കോളത്തിലാണ് അല്ലേ. ലാസ്റ്റ് കോളത്തിൽ ലീഡിങ് വൺ ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾ അവിടെ ഉണ്ടോ എന്ന് നോക്കും. അത് ഏതാണ്? 2 6 18 8 9. 2 6 18 8 9. ഓക്കെ, അത് 3 കിട്ടി. അത് 3 ആണ് എന്ത്? നമ്മൾ കോളമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, കോളം സ്പേസിൻ്റെ ബേസിസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് 3 ആണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ ഇത് നമ്മൾ എന്തിനെയാണ് കോളം സ്പേസ് ആക്കി മാറ്റിയത്? റോ സ്പേസുകളെ കോളം സ്പേസ് ആക്കി മാറ്റിയതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ കണ്ടുപിടിക്കേണ്ടത് കോളം സ്പേസിൻ്റെ അല്ല, റോ സ്പേസിൻ്റെ ആയതുകൊണ്ട് നമ്മൾ ട്രാൻസ്പോസ് എടുത്തതിനെ തിരിച്ചെന്ത് ചെയ്യുന്നു? നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുകയാണ്. അതായത് ട്രാൻസ്പോസ് ചെയ്തതിനെ വീണ്ടും ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ അതെന്താക്കി മാറ്റും? C1 C2 C3 എന്നുള്ളത് എന്താക്കി മാറ്റി? R1 R2 R3. നമുക്ക് വേണ്ടത് റോകളുടേതാണ്. അപ്പോൾ നമ്മൾ അതിനെ റോ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. R1 R2 R3. ഈ 3 എണ്ണം ആയിരിക്കും എന്ത്? റോ സ്പേസസ് ഓഫ്, ഈ 3 എണ്ണം ആയിരിക്കും എന്ത്? ബേസിസ് വെക്റ്റേഴ്സ്. ഈ 3 എണ്ണം ആയിരിക്കും ബേസിസ് വെക്റ്റേഴ്സ് ഓഫ് റോ സ്പേസ്. റോ സ്പേസിൻ്റെ ബേസിസ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ 3 എണ്ണം ആയിരിക്കും. ഈ 3 എണ്ണം എവിടെ ഉള്ളത് തന്നെയായിരിക്കും? നോക്കിയേ, ഈ 3 എണ്ണം 1 - 2 0 0 3, അതുപോലെ 2 - 5 - 3 2 6,
2, 6, 18, 8, 9 എന്ന് പറയുന്ന ഈ 3 വെക്ടേഴ്സും നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ് അല്ലേ. ഏത് 1 - 2 0 0 3 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിലുള്ളതാണ്. 2 - 5 - 3 അതിലും ക്വസ്റ്റ്യനിലുള്ളതാണ്. 2, 6, 18, 8, 9 എന്ന് പറയുന്നതും ക്വസ്റ്റ്യനിലുള്ള വെക്ടേഴ്സ് തന്നെയാണ്, എയിലുള്ള വെക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ എയിലുള്ള വെക്ടേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എന്ത് കണ്ടതാണ് നമ്മൾ? ബേസിസ് ഓഫ് റോ സ്പേസ്. എയിലുള്ള വെക്ടേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബേസിസ് ഓഫ് റോ സ്പേസ് കണ്ടതാണ്. ഇത് നേരത്തെ ചെയ്തത് അങ്ങനെയല്ലായിരുന്നു. ബേസിസ് ഓഫ് റോ സ്പേസ് കാണാനേ പറഞ്ഞിട്ടുള്ളൂ. അത് എയിലുള്ള വെക്ടേഴ്സ് മാത്രം ഉപയോഗിച്ചാണെന്ന് പറഞ്ഞിട്ടില്ല. എയിലില്ലാത്ത വെക്ടേഴ്സും അതിലെന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിസ് ഫോർ ദ സ്പേസ് സ്പാൻഡ് ബൈ ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം നമ്മൾ ഫൈൻഡിങ് ബേസിസ് ആയിരുന്നു അല്ലേ, ഫൈൻഡിങ് ബേസസ് ആയിരുന്നു ഇത്രയും നേരം നമ്മൾ. അപ്പം ഇപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഒരു ജനറൽ മെത്തേഡാണ്. ഈ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബേസിസ് കാണുക. എങ്ങനെയുള്ള ബേസ്? സബ്സ്പേസ് സ്പാൻഡ് ബൈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ Rn എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസിൻ്റെ Rn എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ സബ്സ്പേസിന്ന് സ്പാൻ ചെയ്യുന്ന വെക്ടേഴ്സിൻ്റെ ബേസിസ് എന്ത് ചെയ്യുക? കാണാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് given a set of vectors s, v1, v2, v3 etc. vk in Rn ഒരു സബ്സെറ്റാണ് എസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ എസ്സിൻ്റെ ഈ വെക്ടേഴ്സിൻ്റെ ഒരു സബ്സെറ്റ് കാണണം. അതെന്ത് ചെയ്യണം? അത് ബേസിസ് ആയിരിക്കണം. ഇതിൻ്റെ സ്പാൻ എസ്സിൻ്റെ ബേസിസ് ആയിരിക്കണം. എന്ത്? ആ സബ്സെറ്റ്. ഇപ്പോൾ നമ്മൾ ഇതിൽ v1, v2, v3 എന്ന് പറയുന്ന ഒരു സബ്സെറ്റ്, ആ സബ്സെറ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? സ്പാൻ എസ് ഈക്വൽ ടു v1, v2, v3 ആയിരിക്കണം. ആ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ സ്പാൻ എസ്സിൻ്റെ എന്തായിരിക്കണം? ബേസിസ് ആയിരിക്കണം. പോരാത്തതിന് അതിൽ ഇല്ലാത്ത ആളുകൾ, ഇപ്പോൾ v1, v2, v3 നമ്മൾ കണ്ടുപിടിച്ചാൽ അതിലില്ലാത്ത ആളുകളുണ്ട്. v4, v5, v6 അങ്ങനെ vk വരെയുള്ള ആളുകളുണ്ട്. അതിലില്ലാത്ത വെക്ടേഴ്സിനെ, ബേസിസിലില്ലാത്ത ആ വെക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബേസിസ് വെക്ടേഴ്സ്, ആ ബേസിസിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുകയും വേണം. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് ഒരേ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാവുക. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോം എ മെട്രിക്സ് എ whose columns are the vectors in the set. എന്ത് ചെയ്യുക? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഫോം ചെയ്യണം. അതിലെ കോളംസ് എന്ന് പറയുന്നത് സെറ്റ് എസ്സിലെ വെക്ടേഴ്സ് ആയിരിക്കണം. അതിലെ കോളംസ് ഇൻ ദ കോളം ഫോമിലായിരിക്കണം നമ്മൾ v1, v2, v3 എന്ന് പറയുന്നത് എഴുതേണ്ടത്. പിന്നെ ഡിനോട്ട് ദ കോളം വെക്ടേഴ്സ് ആർ ബൈ w1, w2 എക്സെട്ര wk. ആ കോളം വെക്ടേഴ്സിനെ നമ്മൾ w1, w2, w3 എന്നിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണതിന് മുന്നേ അത് റെഡ്യൂസ് ചെയ്യണം കേട്ടോ. റെഡ്യൂസ് ദ മെട്രിക്സ് എനെ നമ്മൾ ആറിലേക്ക് റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ കോളം വെക്ടേഴ്സിന് w1, w2, w3 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം ഐഡൻറ്റിഫൈ ദ കോളംസ് ഓഫ് R that contains leading ones. The corresponding column vectors of form a basis of span S. അതായത് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്തതിന് ശേഷം അതിൽ ലീഡിങ് വൺ ഉള്ള എന്ത് കണ്ടുപിടിക്കുക? കോളംസ് കണ്ടുപിടിക്കുക. ലീഡിങ് വൺ ഉള്ള കോളംസ് കണ്ടുപിടിച്ചു അങ്ങനെ നമ്മൾ ലീഡിങ് വൺ ഉള്ള കറസ്പോണ്ടിങ് കോളം വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. എയുടെ കോളം വെക്ടേഴ്സായിട്ട് അത് കമ്പയർ ചെയ്യുക. അതിനെ ഡിപ്പെൻഡൻസി കാണാനുള്ളതാണ്. ഡിപ്പെൻഡൻസി കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ obtain the set of dependency equation for the column vectors w1, w2, w3 etc. wk of R successively expressing wi that does not contain a leading one of R linear combination of
predecessors that do. അതായത് W1 W2 W3 എന്നുള്ളതിൽ നിന്ന് എന്ത് ലീഡിങ് 1 ഇല്ലാത്ത കോളംസ് നമ്മൾ സെലക്ട് ചെയ്യുക, അതിനെ എന്തായിട്ട് മാറ്റുക, അതിനെ മറ്റുള്ള ലീഡിങ് 1 ഉള്ളതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ മാറ്റി എഴുതുകയാണ് എന്ത് ചെയ്യുക. അതായത് ഈ W1 W2 W3 കണ്ടിട്ട് അതിൽ നിന്നല്ല എടുക്കുക, നമ്മൾ എടുക്കുക എവിടെ നിന്നായിരിക്കും, അത് എവിടെ നിന്നാണോ റോ റെഡ്യൂസ്ഡ് ഇക്വലൻ ഫോം ആക്കണതിന് മുന്നേ ഉള്ള മെട്രിക്സിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക എടുക്കുക. ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്താൽ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. പ്രോബ്ലം ഇതാണ്, ഫൈൻഡ് എ സബ്സെറ്റ് ഓഫ് വെക്ടേഴ്സ് വന്നിട്ടുണ്ട് V1 V2 V3 V4 V5 എന്ന് പറയുന്ന 5 വെക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ സബ്സെറ്റാണ് കാണുന്നത്. അതിൽ കുറച്ച് വെക്ടേഴ്സ് ചേർന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്തുണ്ടാവും, ഫോംസ് എ ബേസിസ് ഫോർ ദ സബ്സ്പേസ് ഓഫ് R4 സ്പാൻഡ് ബൈ ദീസ് വെക്ടേഴ്സ്. ഈ വെക്ടേഴ്സ് സ്പാൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു, ഒരു ബേസിസ് ഉണ്ടാവും. ഈ വെക്ടേഴ്സ് സ്പാൻ ചെയ്തിട്ട് എന്തുണ്ടാവും, ഒരു ബേസിസ് ഉണ്ടാവും, വിച്ച് ഈസ് ദ സബ്സ്പേസ് ഓഫ് R4ൻ്റെ സബ്സ്പേസ് ആയിരിക്കും. പിന്നെ അങ്ങനെ അതിലില്ലാത്ത എക്സ്പ്രസ് ഈച്ച് വെക്ടർ നോട്ട് ഇൻ ദ ബേസിസ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബേസിസ് വെക്ടേഴ്സ്. അതിലില്ലാത്ത വെക്ടേഴ്സിനെ ഉള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ, നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ്റെ അതേ ശൈലി തന്നെയാണ്, ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ഒരു വെക്ടറായിട്ട് അല്ല ഒരു മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതുന്നു. അതായത് V1 1 -2 0 3 അതിനെ ഫസ്റ്റത്തെ കോളം വെക്ടർ. അതുപോലെ V2 എന്ന് പറയുമ്പോൾ 2 -5 -3 6 രണ്ടാമത്തെ കോളം വെക്ടർ, മൂന്നാമത്തെ കോളം വെക്ടർ, നാലാമത്തത് അഞ്ചാമത്തെ കോളം വെക്ടർ. അങ്ങനെ V1 V2 V3 V4 V5നെ ഓരോ കോളം വെക്ടേഴ്സായിട്ട് എഴുതി ഒരു മെട്രിക്സ് ഉണ്ടാക്കുന്നു. ആ മെട്രിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റോ ഇക്വലോൺ ഫോമിലേക്കാക്കി മാറ്റണം. അതിന് നമ്മൾ ആദ്യം ചെയ്യുക, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെയുള്ള -2നെ 0 ആക്കണം, 0 ഓൾറെഡി 0 ആണ്, പിന്നെ 3നെ 0 ആക്കണം. അത് 0 ആക്കാൻ വേണ്ടി -2നെ 0 ആക്കാൻ വേണ്ടി R2 gives R2 + 2R1. അതുപോലെ 3നെ 0 ആക്കാൻ വേണ്ടി R4 gives R4 - 3R1 ചെയ്താൽ ഇതൊക്കെ എന്തായി പോവും, 0 ആയി പോവും. അടുത്ത ലീഡിങ് 1 ആയിട്ട് വരുന്നത്, അടുത്ത ലീഡിങ് 1 ആക്കേണ്ടത് ഇവിടെ -1നെയാണ്. -1നെ ലീഡിങ് 1 ആക്കാൻ വേണ്ടി -1 കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡ് റോനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ആ 1 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള രണ്ടാളുകളെ, അതായത് -3നെ 0 ആക്കണം, പിന്നെയോ ഈ മുകളിലുള്ള 2നെ 0 ആക്കണം. അതിനെ 0 ആക്കാൻ വേണ്ടി R1 gives R1 - 2R2, അതുപോലെ R3 gives R3 + 3R2 എന്നുള്ള രണ്ട് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും 0 ആവും. പിന്നെ അടുത്ത ലീഡിങ് 1 ആവാനുള്ള ആൾ ഇവിടെ -5 ആയിരിക്കും. ആ -5നെ ലീഡിങ് 1 ആക്കാൻ -1/5 കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് 1 ആവും. പിന്നെ അതിന് താഴെയുള്ള ഒരാളെ -13നും മുകളിലുള്ള -3നും 8നും എന്താക്കുന്നു, 0 ആക്കുന്നു. അതിന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യും. R1 gives R1 - 8R3, R2 gives R2 + 3R3, അതുപോലെ R4 gives R4 + 13R3 എന്നുള്ള 3 കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ അതിനെന്താക്കി മാറ്റും, അതിൻ്റെ ലീഡിങ് 1ൻ്റെ മുകളിലും താഴെയുള്ളത് 0 ആക്കും. ഓക്കെ, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റത്തെ റോയിലോ എല്ലാം 0 ആയി പോകും. അപ്പോൾ അത് റോ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോം ആയിട്ട് മാറി. അതായത് R ആയിട്ട് നമ്മളതിനെ മാറ്റി. എനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോം ആക്കി മാറ്റി. എന്നിട്ട് ഓരോ വെക്ടേഴ്സിന് W1 W2 W3 W4 W5 എന്ന് നമ്മൾ കൊടുത്തു. ഈ W1 W2 W3 W4 W5ൽ ലീഡിങ് 1 ഉള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. ലീഡിങ് 1കളുള്ള എവിടേക്കാണ്, ലീഡിങ് 1കളുള്ളത് W1ൽ ലീഡിങ് 1 ഉണ്ട്, W2ൽ ലീഡിങ് 1 ഉണ്ട്, W3ൽ ലീഡിങ് 1 ഇല്ല, പക്ഷേ W4ൽ ലീഡിങ് 1 ഉണ്ട്, W5ൽ എന്തില്ല, ലീഡിങ് 1 ഇല്ല. അപ്പോൾ ലീഡിങ് 1 ഉള്ള ഈ വെക്ടേഴ്സിൻ്റെ സെറ്റ്, ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് വിത്ത് ലീഡിങ് 1 ആരൊക്കെയാ, W1 W2 W4 ആണ്. അത് ഈസ് എ ബേസിസ് ഓഫ് ദ കോളം സ്പേസ് ഓഫ് R. ഈ ആറിൻ്റെ കോളം സ്പേസിൻ്റെ ബേസിസ് ആണ്. ആറിൻ്റെ കോളം സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളുകൾ എവിടെ ഉണ്ടാവും, എയിലുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളുകൾ എവിടെ ഉണ്ടാവും, എയിലുണ്ടാവും. ആരായിട്ട്,
കോളം സ്പേസിൻ്റെ ബേസിസ് ഓഫ് എ അല്ലേ, കോളം സ്പേസിൻ്റെ ബേസിസ് ആയിട്ടുള്ള എയിലുള്ള എലമെൻറ്റുകൾ ഇവിടെ W1-നും W2-നും W4-നും കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ആരൊക്കെ ഉണ്ടാവും? V1-ഉം V2-ഉം V4-ഉം ആണ് എന്ത് ചെയ്യുക ഉണ്ടാവുക. V1, V2, V4 forms a basis for the subspace of R4 spanned by the vectors V1, V2, V3, V4 and V5. അങ്ങനെ നമുക്ക് ആരെ കിട്ടി? ബേസിസ് കിട്ടി. V1, V2, V4 ആണെന്ത് ബേസിസ്. അപ്പോൾ ഇനി എന്താ അതിലില്ലാത്ത ആളുകളെ എന്തായിട്ട് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ദ കോളം വെക്ടേഴ്സ് ആർ വിച്ച് ആർ നോട്ട് ഇൻ ദ ബേസിസ് ഫോർ കോളം വെക്ടേഴ്സ് ഓഫ് ആർ W3, W5. W3, W5ഉം എന്തില്ല, അതിൽ ലീഡിങ് വൺ ഇല്ല. അപ്പോൾ അത് ബേസിസ് അല്ല. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരുണ്ടാവും? W3-നും W5-നും നമ്മൾ എന്ത് ചെയ്യണം? W3-നും W5-നും നമ്മൾ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം അല്ലേ. W3-നും W5-നും നമ്മൾ എന്ത് ചെയ്യണം? ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് W1, W2, W4. W3-നും W5-നും W1-നും W2-നും W4-നും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. ആ ലീനിയർ കോമ്പിനേഷനൊക്കെ എഴുതാൻ നമുക്ക് ആറിന് എന്ത് ചെയ്താൽ മതി? ഒന്ന് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എങ്ങനെ? W3 is equal to എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അതുപോലെ W5 is equal to എന്ന് പറഞ്ഞിട്ട് W1-ൻ്റെയും W2-ൻ്റെയും W4-ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ. അപ്പോൾ നോക്കിയേ, W3 is equal to എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? W3 is equal to 2W1 minus W2 അല്ലേ. നോക്കിയേ, W3 is equal to 2W1 minus W2. അതായത് W1-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, W1-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സംഭവിക്കും? ആ ഫസ്റ്റത്തെ എലമെൻറ്റ് മാത്രമേ 2 ഉണ്ടാവും, ബാക്കിയൊക്കെ 0 തന്നെയാണ് ഉണ്ടാവുക. അതൊന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? W2 മൈനസ് ചെയ്തു വിചാരിക്കും. അപ്പോൾ എന്താ സംഭവിക്കും? W2 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മൈനസ് 0 2 ആ കിട്ടുക അല്ലേ. 0 മൈനസ് 1 -1 ആ കിട്ടുക. അതുപോലെ 0 മൈനസ് 0 0 കിട്ടും. 0 മൈനസ് 0 0 കിട്ടും. അതായത് ഇത് നമ്മളെ പ്രത്യേക ഓപ്പറേഷൻ ചെയ്തിട്ടല്ല കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഇൻസ്പെക്ഷനിലൂടെയാണ് എന്ത് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ W5 is equal to W5 കിട്ടുന്നത് എങ്ങനെയായിരിക്കും? W1 + W2 + W4. W1-ഉം W2-ഉം W4-ഉം കൂടി ആഡ് ചെയ്താൽ W5 ആ കിട്ടുക. നോക്കിയേ, 1-ഉം 0-യും 0-യും ആഡ് ചെയ്ത 1 ആണ്. 0-യും 1-ഉം 0-യും ആഡ് ചെയ്ത 1 ആണ്. 0-യും 0-യും 1-ഉം ആഡ് ചെയ്ത 1 ആണ്. 0-യും 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 ആഡ് ചെയ്ത 0 ആണ്. അപ്പം അത് ഇൻസ്പെക്ഷനിലൂടെ കിട്ടുന്നതാണ് ആ രണ്ട് റിലേഷൻഷിപ്പ്. ഇത് W3-യെയും W5-നെയും ലീനിയർ കോമ്പിനേഷൻ ഓഫ് W1, W2 ആൻഡ് W4 ആയിട്ട് എഴുതുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്ത് ഡിപ്പെൻഡൻസി ഇക്വേഷനായി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിലേഷൻ എവിടെ ഉണ്ടായിക്കോളും? എയിലുണ്ടായിക്കോളും. അത് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നേരെ എടുത്ത് എന്ത് ചെയ്താൽ മതി? W ഉള്ളതിന് പകരം V ആക്കി കൊടുത്താൽ മതി. അതായത് V3 is equal to 2V1 minus V2 എന്നും V5 is equal to V1 plus V2 plus V4 എന്നും എന്ത് ചെയ്താൽ മതി? നേരെ മാറ്റിയാൽ മാത്രം മതി. അതുപോലെ നമുക്കിപ്പം ഇതിലെ പാർട്ട് എ മാത്രമേ ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളതിനെ റോ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോമിലേക്ക് മാറ്റിയാൽ മാത്രം മതി. പക്ഷേ പാർട്ട് ബി ചെയ്യാനാണ് റോ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോം ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക? യൂസ്ഫുൾ ആവുക. അപ്പം റോ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പാർട്ട് ബി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള റാങ്കും നള്ളിറ്റിയും ഒക്കെയാണ്. അതിൻ്റെ അനാലിസിസും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.